ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇതുവരെ യൂട്യൂബ് വീഡിയോ എല്ലാം ചെയ്തതിൽ ഇതുവരെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള സോഫ്റ്റ്വെയർസിനെ കുറിച്ച്, അതായത് വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർസിനെ കുറിച്ചെല്ലാമാണ് പറയുന്നത്. അപ്പോൾ ഏതൊരാൾക്കും, അതായത് യൂട്യൂബിലേക്ക് ആദ്യമായെല്ലാം വരുന്നവർക്ക് ഒരുപക്ഷെ ഇത്തരത്തിൽ ഈ ഒരു എക്സ്പീരിയൻസ് എല്ലാം ഷെയർ ചെയ്യുന്നത് ഇതെല്ലാം തന്നെ അവർക്ക് ഗുണം ചെയ്യുന്നതായിരിക്കും. അതിനാൽ തന്നെ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ഇത്തരത്തിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ യൂസ് ചെയ്തത് മുതൽ ഇപ്പോൾ നിലവിൽ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ഇതിനെക്കുറിച്ചെല്ലാമാണ് പറയുന്നത്. ആദ്യമായി യൂട്യൂബിൽ ഒരു വീഡിയോ എല്ലാം ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് അത് ഒരു കൊറോണ സമയമെല്ലാം വന്നപ്പോൾ വീട്ടിൽ തന്നെ ഇരിക്കുന്ന ഒരു സമയമെല്ലാം ഉണ്ടായിരുന്നു. അതായത് വീട്ടിൽ നിന്നും പുറത്തു പോകാൻ പറ്റാത്ത ഒരവസ്ഥയെല്ലാമുള്ള ആ ഒരു സമയത്താണ് ആദ്യമായി ഞാൻ യൂട്യൂബിൽ വീഡിയോസ് എല്ലാം ഇടുന്നത്. അപ്പോൾ ആ സമയത്ത് ഞാൻ ആദ്യം യൂസ് ചെയ്ത ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഇൻഷോട്ട് എന്നൊരു ആപ്ലിക്കേഷനാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഏതൊരാൾക്കും വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷൻ എല്ലാമാണ്. അപ്പോൾ ഈ ഒരു സാധനം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമുക്ക് മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് വാട്ടർമാർക്ക് ഒന്നുമില്ലാതെ നമുക്ക് എക്സ്പോർട്ട് ചെയ്യാനും സാധിച്ചിരുന്നു. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് വാട്ടർമാർക്ക് എല്ലാം റിമൂവ് ചെയ്യണമെങ്കിൽ നമ്മുടെ ഒരു അഡ്വർടൈസ്മെൻ്റ് എല്ലാം കാണുകയാണെങ്കിൽ ഈ ഒരു വാട്ടർമാർക്ക് റിമൂവ് ചെയ്യാനുള്ള ഓപ്ഷൻ എല്ലാം ലഭിച്ചിരുന്നു. ഇത്തരത്തിൽ നമുക്ക് ഈ ഒരു ആഡ് എല്ലാം കണ്ടതിന് ശേഷം നമുക്ക് ആ ഒരു വീഡിയോ എല്ലാം എക്സ്പോർട്ട് ചെയ്ത് നല്ല രീതിയിൽ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാനെല്ലാം സാധിച്ചിരുന്നു. അപ്പോൾ അതിനാൽ തന്നെ ഇൻഷോട്ട് എന്നത് ഇപ്പോഴും ഒരുപാട് പേർ യൂസ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഇനി മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഇൻഷോട്ടിൽ നമുക്ക് വേണമെങ്കിൽ, അതായത് ഇതിൻ്റെ സബ്സ്ക്രിപ്ഷൻ എല്ലാം തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് മന്ത്ലി സബ്സ്ക്രിപ്ഷൻ അല്ലെങ്കിൽ 3 മാസത്തെ അല്ലെങ്കിൽ വർഷത്തിൽ, ഇനി അല്ലെങ്കിൽ നിങ്ങൾക്ക് ലൈഫ് ടൈം സബ്സ്ക്രിപ്ഷൻ എല്ലാം ഇതെല്ലാം നേടിയെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതലായ കുറേ ഫീച്ചേഴ്സ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതായത് കുറേ എഫക്ട്സ്, അതുപോലെ നിങ്ങൾക്ക് സ്റ്റോക്ക് ഇമേജസ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളെല്ലാം ഇതിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. അപ്പോൾ വളരെ യൂസ്ഫുള്ളായ ഒരു ഫീച്ചറാണ് ഇൻഷോട്ട് എന്നത്. അതുപോലെ ഞാൻ എൻ്റെ വീഡിയോയ്ക്ക് ഒരുപാട് തംബ്നെയിലെല്ലാം ക്രിയേറ്റ് ചെയ്യുന്നതിനും ഈ ഒരു ഇൻഷോട്ട് എന്ന ആപ്ലിക്കേഷൻ എല്ലാം യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇൻഷോട്ട് വച്ച് എങ്ങനെയാണ് തംബ്നെയിലെല്ലാം ക്രിയേറ്റ് ചെയ്യുക എന്നതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ എല്ലാം ചെയ്തിട്ടുണ്ട്. കാണാത്തവർ ആ ഒരു വീഡിയോ കണ്ടു നോക്കുക. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അധികം പ്രാവീണ്യമൊന്നും തംബ്നെയിൽ ക്രിയേഷൻ ഇല്ലെങ്കിൽ കൂടി വളരെ ഈസിയായി നിങ്ങൾക്ക് ഇതുപോലെ തംബ്നെയിലെല്ലാം ക്രിയേറ്റ് ചെയ്യാമെന്നതാണ്. അപ്പോൾ ഒരു തുടക്കക്കാരനെ സംബന്ധിച്ച് തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യുന്നത് അതുപോലെ വീഡിയോ എഡിറ്റ് ചെയ്യുന്നതിനും ഏറ്റവും ഈസിയായി നമുക്ക് കിട്ടുന്ന ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് തീർച്ചയായും അത് ഇൻഷോട്ട് തന്നെയാണ്. ഇനി ഇൻഷോട്ട് എല്ലാം കഴിഞ്ഞതിന് ശേഷം അടുത്തതായി ഞാൻ യൂസ് ചെയ്തിരുന്ന ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ലുമാ ഫ്യൂഷൻ എന്നൊരു ആപ്ലിക്കേഷനാണ്. ഇത്തരത്തിൽ ഈ ഒരു ലുമാ ഫ്യൂഷൻ ഇത് നിങ്ങൾക്ക് ഐഫോണിലെല്ലാം ആണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ എഡിറ്റിംഗ് എല്ലാം ചെയ്യാൻ സാധിക്കുമെന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. അതുപോലെ ഒരു തുടക്കക്കാരിൽ നിന്നും കുറച്ച് അഡ്വാൻസ്ഡ് സ്റ്റേജിലേക്കെല്ലാം പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഒരുപാട് എഫക്ട്സ് എല്ലാം കൊടുക്കാൻ സാധിക്കും. അതായത് നിങ്ങളുടെ വീഡിയോയ്ക്ക് വേണ്ട എഫക്ട്സ് കൊടുക്കുന്നതിന് ഇപ്പോൾ നിങ്ങളുടെ ഈ ഒരു സ്കിൻ ടോൺ ആയാലും, ഇനി അല്ലെങ്കിൽ നിങ്ങൾക്ക് കൂടുതലായി കുറച്ച് എഡിറ്റിംഗ് എല്ലാം കൊടുക്കണമെങ്കിൽ ഇത്തരത്തിൽ ഒരുപാട് ഓപ്ഷൻസ് എല്ലാം ഈ ഒരു ലുമാ ഫ്യൂഷനിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇത് ഐഫോണിൽ യൂസ് ചെയ്യുന്നവർക്ക് നേരത്തെ തന്നെ ഒരുപാട് ഫീച്ചേഴ്സ് എല്ലാം, അതായത് കുറച്ച് പ്രൊഫഷണൽ ലെവലിൽ നമുക്ക് ഒരുപാട് ഫീച്ചേഴ്സ് എല്ലാം ഈ ഒരു ആപ്ലിക്കേഷനിൽ കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവർ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. എനിക്ക് എഡിറ്റിംഗ് എല്ലാം തന്നെ വളരെ പെട്ടെന്ന് തന്നെ കഴിയുന്നതിന് ഇത്തരത്തിൽ ഈ ഒരു ആപ്ലിക്കേഷൻ വളരെ സഹായകമായിട്ടുണ്ട്. എന്നാൽ ഒരുപാട് നാൾ ഇത്തരത്തിൽ ഒരുപാട് വീഡിയോസ് എല്ലാം ഇതുപോലെ മൊബൈലിൽ നിന്നും ഇങ്ങനെ എഡിറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ കണ്ണിന് ചെറിയ ഒരു സ്ട്രെയിൻ എല്ലാം എനിക്ക് ഫീൽ ചെയ്തിരുന്നു. അതിനാൽ തന്നെ ഞാൻ പിന്നീട് ഇത് ഡെസ്ക്ടോപ്പിലേക്ക് മാറ്റുകയാണ് ഉണ്ടായത്. അതായത് ഞാൻ ഡെസ്ക്ടോപ്പിൽ യൂസ് ചെയ്തിരുന്ന ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഇത് വണ്ടർ ഷെയറിൻ്റെ ഫിലമോര എന്നൊരു സോഫ്റ്റ്വെയർ എല്ലാമായിരുന്നു. അതായത് ഫിലിമോര യൂസ് ചെയ്ത് നമുക്ക് കുറച്ചുകൂടി വലിയ സ്ക്രീനിൽ ഇതിൽ നമുക്ക് എഡിറ്റിംഗ് എല്ലാം വളരെ ഈസിയായി ചെയ്യാനെല്ലാം സാധിക്കും. അതുപോലെ മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഇതിൻ്റെ എല്ലാം തന്നെ പെയ്ഡ് മെമ്പർഷിപ്പ് എല്ലാമാണ് ഞാൻ എടുത്തിരുന്നത്. അതായത് ഇൻഷോട്ട് ആയാലും ആദ്യമെല്ലാം ഫ്രീ ആയി യൂസ് ചെയ്തിട്ടുണ്ട് എങ്കിലും പിന്നീട് ഞാൻ ഇത് പെയ്ഡ് സബ്സ്ക്രിപ്ഷൻ എല്ലാം എടുത്തിട്ടുണ്ട്. അതുപോലെ ലുമാ ഫ്യൂഷൻ എന്നത് ഐഫോണിൽ നമുക്ക് യൂസ് ചെയ്യണമെങ്കിൽ ഇതിന് നമുക്ക് വൺ ടൈം പർച്ചേസ് എല്ലാം ചെയ്യേണ്ടി വന്നിരുന്നു. അന്ന് ഏകദേശം
2000-ൽ കൂടുതൽ എത്രയാണ് വന്നിരുന്നത് എന്ന് തോന്നുന്നു. എനിക്ക് കറക്റ്റായി അതിൻ്റെ എമൗണ്ട് ഓർമ്മയില്ല. എന്തായാലും 3000-ൽ കുറവായ ഒരു എമൗണ്ട് എല്ലാം കൊടുത്താണ് ആ ഒരു സബ്സ്ക്രിപ്ഷൻ എല്ലാം ഞാൻ എടുത്തിരുന്നത്. അത് ലൈഫ് ടൈം സബ്സ്ക്രിപ്ഷൻ എല്ലാമാണ്. അതിനാൽ തന്നെ നമുക്ക് പുതിയ അപ്ഡേറ്റ് എല്ലാം വരുമ്പോഴെല്ലാം അതെല്ലാം തന്നെ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാനെല്ലാം സാധിക്കും. അപ്പോൾ ഇപ്പോഴും ഞാൻ ഈ ഒരു ലുമാ ഫ്യൂഷൻ എല്ലാം എൻ്റെ ഈ ഒരു മൊബൈലിലെല്ലാം യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഈ ഒരു വണ്ടർ ഷെയർ ആയിക്കഴിഞ്ഞാലും ഞാൻ ഇതിൻ്റെയും സബ്സ്ക്രിപ്ഷൻ എല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു. വണ്ടർ ഷെയർ 11 എന്ന ഒരു വേർഷനാണ് എന്ന് തോന്നുന്നു. ഇതാണ് ആദ്യമായി ആക്ടിവേറ്റ് ചെയ്തത്. ഇത് ആക്ടിവേറ്റ് ചെയ്തതിന് ശേഷം വിത്തിൻ 1 മന്ത് തന്നെ അവരുടെ പുതിയ ഒരു വേർഷൻ എല്ലാം വന്നിരുന്നു. അപ്പോൾ ആ ഒരു 12 വേർഷൻ എനിക്ക് ഫ്രീ ആയി അപ്ഗ്രേഡ് എല്ലാം അവർ തന്നിട്ടുണ്ടായിരുന്നു. അതായത് 12ലേക്ക് സാധാരണ നമ്മൾ ഏതൊരു വേർഷനാണ് പർച്ചേസ് ചെയ്യുന്നത്, അത് മാത്രമായിട്ടായിരിക്കും നമുക്ക് വണ്ടർ ഷെയറിൽ ലഭിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഇത് റെൻ്റൽ വഴി അതായത് സബ്സ്ക്രിപ്ഷൻ ഇയർലി പുതുക്കുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ നമുക്ക് മാസത്തിൽ അല്ലെങ്കിൽ 3 മാസം കൂടുമ്പോൾ ഇങ്ങനെയെല്ലാമുള്ള ഈ ഒരു ഓപ്ഷൻ എല്ലാം ഓപ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത് പുതിയ വേർഷൻ വരികയാണെങ്കിലും ആ റെൻ്റ് എല്ലാം പുതുക്കി നമുക്ക് ഇതെല്ലാം തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കും. എന്നാൽ ഞാൻ എടുത്തിരുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് 11 എന്ന ഈ ഒരു വേർഷന് മാത്രമായ ഒരു എമൗണ്ട് എല്ലാമാണ് കൊടുത്തിരുന്നത്. അപ്പോൾ അതിന് ഏകദേശം എനിക്ക് വന്നിരിക്കുന്ന ഒരു എമൗണ്ട് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് 6000 ബിലോ എത്രയോ ആണ്. അതായത് ഓഫർ പ്രൈസിലായിരുന്നു ആ ഒരു ഡിസ്കൗണ്ട് എല്ലാം കഴിഞ്ഞ് എനിക്ക് ഏകദേശം 5000 സംതിങ് എല്ലാമാണ് വന്നിരുന്നത്. അപ്പോൾ അതിൽ പ്രത്യേകിച്ച് പറയുന്നുണ്ട് നമുക്ക് ഈ ഒരു വേർഷനിൽ നിന്നും അടുത്ത വേർഷനിലേക്ക് നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ സാധിക്കുകയില്ല. ഈ ഒരു വേർഷൻ നമുക്ക് ലൈഫ് ടൈം ഫ്രീ ആയി യൂസ് ചെയ്യാം എന്നെല്ലാമാണ് അതിൽ കൊടുത്തിരുന്നത്. എന്നാൽ ഇത്തരത്തിൽ ഈ ഒരു 11 കഴിഞ്ഞ് വിത്തിൻ 1 മന്ത് തന്നെ നമുക്ക് 12 വന്നതുകൊണ്ട് എനിക്ക് ആ ഒരു അപ്ഗ്രേഡ് അത് അവർ ഫ്രീ ആയി നൽകിയിരുന്നു. അപ്പോൾ അവർ എനിക്ക് മെസ്സേജ് അയച്ച് പറഞ്ഞിരുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് നിങ്ങൾ 11 എടുത്ത് വിത്തിൻ കുറച്ച് മാസങ്ങൾക്കുള്ളിലെല്ലാമാണ് ഇത്തരത്തിൽ പുതിയ വേർഷൻ എല്ലാം വരുന്നതെങ്കിൽ അത് നിങ്ങൾക്ക് ഫ്രീ ആയി അപ്ഗ്രേഡ് തരുന്നുണ്ട് എന്നതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് 12ലേക്ക് അപ്ഗ്രേഡ് ചെയ്യാമെന്നതാണ്. അത്തരത്തിൽ ഞാൻ ആ ഒരു 12 എല്ലാം അപ്ഗ്രേഡ് ചെയ്ത് അത് നല്ല രീതിയിൽ എനിക്ക് യൂസ് ചെയ്യാനെല്ലാം സാധിച്ചിരുന്നു. അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം വലിയ സ്ക്രീനിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ഇത്തരത്തിൽ വലിയ സ്ക്രീനിൽ നമുക്ക് എഡിറ്റിംഗ് എല്ലാം ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു സ്ട്രെയിൻ എല്ലാം ഒഴിവാക്കാൻ സാധിക്കും. അതായത് മൊബൈലിൻ്റെ ചെറിയ സ്ക്രീനിൽ നിന്നും നമ്മൾ എഡിറ്റിംഗ് എല്ലാം ചെയ്യുമ്പോൾ ഈ ഒരു സ്ട്രെയിൻ ഒഴിവാക്കാനെല്ലാം നമുക്ക് ഇത്തരത്തിൽ വലിയ സ്ക്രീനിലേക്ക് പോകുന്നത് കൊണ്ടെല്ലാം സാധിക്കും. ഇനി പലരും ചെയ്യുന്ന ഒരു കാര്യമാണ് ഇത്തരത്തിൽ നിങ്ങൾക്ക് ഈ ഒരു ലാപ്ടോപ്പ് ഒന്നും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിൽ ഒരുപാട് പേർ ചെയ്യുന്ന ഒരു കാര്യമാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ടാബ്ലറ്റ് എല്ലാം യൂസ് ചെയ്യുക എന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് നല്ലൊരു ഓപ്ഷനാണ്. കാരണം കുറേ കാലമെല്ലാം നിങ്ങൾ മൊബൈലിൽ എഡിറ്റിംഗ് എല്ലാം ചെയ്ത് നിങ്ങളുടെ ചാനൽ അടുത്ത ഒരു സ്റ്റേജിലേക്കെല്ലാം പോകുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അപ്ഗ്രേഡ് ചെയ്യണമെങ്കിൽ ഇത്തരത്തിൽ ഒരു ലാപ്ടോപ്പ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ടാബ്ലറ്റ് എല്ലാം പർച്ചേസ് ചെയ്യുന്നതെല്ലാം വളരെ നല്ലതായിരിക്കും. കാരണം ഇത് നമ്മുടെ കണ്ണിന് ഇത്രത്തോളം സ്ട്രെയിൻ ഒന്നുമില്ലാതെ എഡിറ്റിംഗ് എല്ലാം കംപ്ലീറ്റ് ചെയ്യുന്നതിന് വളരെ ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ ഞാൻ ഈ ഒരു 3 സോഫ്റ്റ്‌വെയർ എല്ലാമാണ് കൂടുതലായി യൂസ് ചെയ്തിട്ടുള്ളത്. അതിനിടയിൽ തന്നെ ഞാൻ കുറേയധികം സോഫ്റ്റ്‌വെയർ എല്ലാം ട്രൈ ചെയ്തിട്ടുണ്ട്. അതായത് വിഎൻ വീഡിയോ എഡിറ്റർ ഇതെല്ലാം തന്നെ ഇപ്പോഴും വളരെ ഫേമസും അതുപോലെ നമുക്ക് ഫ്രീ ആയി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ് വിഎൻ വീഡിയോ എഡിറ്റർ എന്നെല്ലാം. അപ്പോൾ ഇതിലും നിങ്ങൾക്ക് സബ്സ്ക്രിപ്ഷൻസ് എല്ലാം എടുക്കുകയാണെങ്കിൽ കുറേ അധികം അഡ്വാൻറ്റേജസ് എല്ലാം ലഭിക്കുന്നുണ്ട്. അതുപോലെ കൈൻ മാസ്റ്റർ എന്നതും ഇതെല്ലാം തന്നെ വളരെ നല്ല മൊബൈലെല്ലാം യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല ആപ്ലിക്കേഷൻസ് എല്ലാമാണ്. അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു കാര്യമെല്ലാമാണ് അതായത് ഞാൻ പറഞ്ഞ ഈ ഒരു 3 സോഫ്റ്റ്‌വെയർ എല്ലാമാണ് മെയിനായി ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം എനിക്ക് ഇത്തരത്തിൽ ഈ ഒരു 12 എല്ലാം വന്നതിന് ശേഷം അടുത്ത ഒരു അപ്ഡേറ്റ് എല്ലാം വന്നിരുന്നു. ഇത് 13 എന്ന അപ്ഡേറ്റ് ആണ് വന്നത്. അതായത് ഞാൻ പറഞ്ഞത് വണ്ടർ ഷെയർ ഫിൽമോറ 13ൻ്റെ കാര്യമാണ്. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് വന്നപ്പോൾ നമുക്ക് അതിൽ കുറച്ചധികം ഫീച്ചേഴ്സ് എല്ലാം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് വേണ്ട കുറച്ച് ഫീച്ചേഴ്സ് എല്ലാം ഇതിൽ വന്നത് കൊണ്ട് തന്നെ എനിക്ക് ഈ 12 യൂസ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഫീച്ചറൊന്നും എനിക്ക് ലഭിച്ചിരുന്നില്ല. അപ്പോൾ ഇത് അപ്ഗ്രേഡ് ചെയ്യേണ്ട അവസ്ഥ വന്നിരുന്നു. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇത് ഫ്രീ ആയി അടുത്ത വേർഷനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാനുള്ള പെർമിഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇങ്ങനെ ഞാൻ ഈ വണ്ടർ ഷെയറിൻ്റെ പഴയ വേർഷൻ യൂസ് ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിൽ എനിക്ക് ചില ഓഫേഴ്സ് എല്ലാം കാണിക്കുമായിരുന്നു. അതായത് 40% ഡിസ്കൗണ്ട് എല്ലാം നിങ്ങൾ അടുത്ത വേർഷനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുകയാണെങ്കിൽ കിട്ടുമെന്നെല്ലാം കാണിച്ചിരുന്നു.
അപ്പോൾ ഈ ഒരു കുറച്ച് ഫീച്ചേഴ്സ് എല്ലാം എനിക്ക് അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് എല്ലാം വേണ്ടത് കൊണ്ട് തന്നെ ഇതിൽ നിന്നും ഞാൻ അപ്ഗ്രേഡ് ചെയ്യുകയാണ് ഉണ്ടായത്. അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു അപ്ഗ്രേഡ് ചെയ്യുന്നതിനും കുറച്ച് എമൗണ്ട് എല്ലാം നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. അതായത് നമുക്ക് സാധാരണ വരുന്ന എമൗണ്ടിൽ നിന്നും 40% ഡിസ്കൗണ്ടോട് കൂടി, അതായത് 60% പിന്നെയും പേയ്മെൻ്റ് എല്ലാം കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, ഒരു വർഷത്തിന് ശേഷം അടുത്ത ഒരു അപ്ഡേറ്റ് കൂടി വന്നിട്ടുണ്ട്. 14 എന്ന അപ്ഡേറ്റ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ വണ്ടർഷെയർ 14 ഇത് എനിക്ക് അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. കാരണം എനിക്ക് പിന്നീട് ഞാൻ ഈ ഒരു വേർഷനിൽ തന്നെ യൂസ് ചെയ്യുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. അതായത് വണ്ടർഷെയർ 13 തന്നെയാണ് ഇപ്പോൾ എൻ്റെ സിസ്റ്റത്തിലുള്ളത്. അതുപോലെ മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, ഈ വണ്ടർഷെയറിന് ശേഷം എനിക്ക് കുറച്ചുകൂടി ബെറ്ററായി തോന്നിയ ഒരു നല്ല എഡിറ്റിംഗ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഇത് അഡോബി പ്രീമിയർ എന്ന ഈ ഒരു ആപ്ലിക്കേഷൻ എല്ലാമാണ്. വളരെ യൂസ്ഫുള്ളായ, അതായത് പ്രൊഫഷണൽ രീതിയിൽ നിങ്ങൾക്ക് എഡിറ്റിംഗ് എല്ലാം ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ആപ്ലിക്കേഷൻ എല്ലാമാണിത്. അതുപോലെ നമുക്ക് ആദ്യം ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയി തോന്നാമെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്കിത് മനസ്സിലാക്കാനെല്ലാം സാധിക്കും. ഇത്തരത്തിൽ നിങ്ങൾ മനസ്സിലാക്കി ഇതിൽ എഡിറ്റിംഗ് എല്ലാം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ മറ്റൊരു ആപ്ലിക്കേഷനൊന്നും പിന്നീട് നിങ്ങൾക്ക് യൂസ് ചെയ്യാനൊന്നും താല്പര്യമുണ്ടാകില്ല. കാരണം അത്തരത്തിൽ നല്ല രീതിയിൽ പ്രൊഫഷണൽ രീതിയിൽ ഒരുപാട് ഫീച്ചേഴ്സ് എല്ലാമുള്ള നല്ല രീതിയിൽ എഡിറ്റിംഗ് എല്ലാം ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ആപ്ലിക്കേഷനാണിത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമുക്ക് വൺ ടൈം പർച്ചേഴ്സ് ഒന്നും തന്നെ ഇതിന് ലഭിക്കുന്നില്ല എന്നതാണ്. ഇനി നിങ്ങൾക്ക് മന്ത്ലി അല്ലെങ്കിൽ ഇങ്ങനെ ഇയർലി ഇങ്ങനെയുള്ള സബ്സ്ക്രിപ്ഷൻ എല്ലാം കൊടുത്ത് വേണം ഈ ഒരു സോഫ്റ്റ്വെയർ എല്ലാം യൂസ് ചെയ്യുന്നതിന്. അതുപോലെ ഇത് കുറച്ച് കോസ്റ്റ്ലി ആയ കാര്യം കൂടിയാണ്. അതായത് നമുക്ക് സാധാരണ നമ്മൾ മൊബൈലിലെല്ലാം ചെയ്യുന്ന ആ ഒരു ആപ്ലിക്കേഷൻ്റെ പ്രൈസിൽ നമുക്ക് ഇതൊന്നും ലഭിക്കില്ല. അപ്പോൾ ഇതിന് കുറച്ച് കോസ്റ്റ്ലി ആയ കാര്യമാണ്. എന്നാൽ ചില സമയങ്ങളിൽ ചില സീസണിൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഓഫേഴ്സ് എല്ലാം വരാറുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഈ ഓഫേഴ്സ് എല്ലാം വരുന്ന സമയത്ത് നിങ്ങൾ ഇത് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രിപ്ഷൻ എല്ലാം എടുക്കുകയാണെങ്കിൽ ഇത് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഗുണം ചെയ്യും. അതായത് കുറഞ്ഞ റെൻ്റലോട് കൂടി അല്ലെങ്കിൽ കുറഞ്ഞ സബ്സ്ക്രിപ്ഷൻ ഫീസോട് കൂടി നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ എല്ലാം യൂസ് ചെയ്യാനുള്ള പെർമിഷൻ എല്ലാം ലഭിക്കും. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക. നിലവിലും ഞാൻ യൂസ് ചെയ്യുന്നത് അഡോബിൻ്റെ പ്രീമിയർ എന്ന സോഫ്റ്റ്വെയർ തന്നെയാണ്. കഴിഞ്ഞ ഏകദേശം എനിക്ക് തോന്നുന്നത് 1.5 വർഷമായി, ഞാൻ 1.5 അല്ല 2 വർഷത്തിൽ കൂടുതലായി ഞാൻ ഈ പ്രീമിയർ തന്നെയാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. നേരത്തെ എല്ലാം തന്നെ, അതായത് എൻ്റെ ചാനലിലുള്ള ഏകദേശം പകുതി വീഡിയോസ് ഞാൻ മൊബൈൽ ഫോണിൽ തന്നെ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്തതാണ്. പകുതി വീഡിയോസ് എനിക്ക് ഇത്തരത്തിൽ ഈ ലാപ്ടോപ്പ് യൂസ് ചെയ്ത് അല്ലെങ്കിൽ ഈ വണ്ടർഷെയർ അതുപോലെ അഡോബ് പ്രീമിയർ എല്ലാം യൂസ് ചെയ്താണ് ഞാൻ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്കും ഈ സ്റ്റാർട്ടിങ്ങിലെല്ലാം ആണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതലായി ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഇൻഷോട്ട് എന്ന ആപ്ലിക്കേഷൻ തന്നെയാണ്. ഏതൊരാൾക്കും വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാനും അതുപോലെ എഡിറ്റിംഗ് എല്ലാം വളരെ ഈസിയായി ചെയ്യാനും ഒരുപാട് ഓപ്ഷൻസ് എല്ലാം ഫ്രീ ആയി ലഭിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ കൂടിയാണ്. അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് ഈ ഒരു ഇൻഫർമേഷൻ എല്ലാം നിങ്ങളുടെ ഈ ഒരു എഡിറ്റിംഗ് ജേണിയിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിൽ ഇതുപോലെ നിങ്ങളുടെ പുതിയ ഒരു സോഫ്റ്റ്വെയറിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണമെന്നെല്ലാം ആഗ്രഹിക്കുന്നവർക്ക് അവർക്കെല്ലാം ഗുണം ചെയ്യുമെന്ന് കരുതുന്നു. വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കാതിരിക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.